ഞാനീ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഗുണം, നിങ്ങളുടെ പോക്കറ്റിൽ പൈസ പൊട്ടത്തില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താക്കോല് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വരാം. നിങ്ങളുടെ വണ്ടി സ്റ്റെപ്പിന് എവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാവും, പക്ഷെ എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം, വാ. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പഞ്ചായത്ത് വണ്ടി പോലെ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇത് ഞാൻ കയറ്റും. ചാക്കൊക്കെ ഇടുന്നത് പൊതുവായിട്ട് നമ്മുടെ വണ്ടി ചാക്കിടുന്നതാണ്, ഒരു പൊതുവായിട്ട് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. അപ്പം ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഫസ്റ്റായിട്ട് ഇത് കാണിക്കും. ഇത് മിക്കവർക്കും അറിയത്തില്ല. ഇത് വാങ്ങുമ്പോഴേ ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോഴേ എടുത്ത് വീട്ടിൽ വെക്കുക. വീട്ടിലത്തെ സ്റ്റോറിൽ കാണും മിക്ക വണ്ടികളുടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ട്രയാങ്കിൾ എന്ന് പറയും. ഇത് ചുമ്മാ കാക്ക ഓടിക്കാനല്ല, മുളക് ഉണക്കുമ്പോൾ വെളിയിൽ വെച്ചിട്ട് കാക്ക ഓടിക്കാനുള്ള സാധനമല്ല ഇത്. ഇത് കറക്റ്റ് ഇതിൻ്റെ പ്രോപ്പർ സെറ്റിങ്ങും കറക്റ്റ് പ്രോപ്പർ യൂസും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡായിട്ടല്ലേ ഇതിരുന്നത്. ഇങ്ങനെ ഫോൾഡായിട്ടിരിക്കുന്നൊരു സാധനമാണ്. ഇങ്ങനെ ഫോൾഡായിട്ടിരുന്ന സാധനത്തെ ഞാൻ അത് കറക്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഊരിപ്പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഫോൾഡായിട്ടിരിക്കുന്ന ഒരു സാധനം, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇപ്പോൾ വണ്ടി പഞ്ചറാകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ ഫോൾഡായിട്ടിരുന്ന സാധനത്തെ നമ്മളിങ്ങനെ കറക്റ്റ് ഫിക്സ് ചെയ്യണം. കറക്റ്റ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫിക്സ് ചെയ്യണം. കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് ഈ സാധനം നമ്മൾ കറക്റ്റ് ഈ തറയിൽ ഇങ്ങനെ വണ്ടി ഒരു 100 മീറ്റർ അപ്പുറത്തോ അല്ലെങ്കിൽ ഒരു 50 മീറ്റർ അപ്പുറത്തോ ഇത് കറക്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റൂൾ ഇങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നൈറ്റ് വല്ലതും നിങ്ങളുടെ വണ്ടി പെട്ടെന്ന് പഞ്ചറായി, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ഏറ്റവും ബേസിക്കായിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ തീർന്നു കഴിഞ്ഞിട്ട് ഇപ്പം നൈറ്റ് ഇതൊരു കയറുക, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും, ഇതൊരു കയറുക. അപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇതൊരു കയറുക. അപ്പോൾ ഞാനിവിടെ വണ്ടി പഞ്ചറായി കിടക്കുവാന്നോ അല്ലെങ്കിൽ റോഡിൽ കിടക്കുവാന്നോ അവിടുന്ന് സ്പീഡിൽ വരുന്നവൻ അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് അത് നമുക്ക് ഇവിടോട്ട് വെക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നോക്കി, ഇപ്പം ഞാൻ ഈ ജാക്കിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഈ സ്പേസ് കാണുന്നത് ഇതിൻ്റെ സെൻട്രി വരണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ സെൻട്രി വരണമെന്നാണ് പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങളുടെ വണ്ടി, ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ വണ്ടി പഞ്ചറായോ ഇല്ലയോ എന്നല്ല, നിങ്ങളുടെ വണ്ടിയിൽ എല്ലാ ടൂൾസ് ഉണ്ടോ, ടൂൾസ് വർക്കിംഗ് ആണോ, ടൂൾസ് എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കേണ്ടത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ആൾക്കാർ കാണാതിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതിലാണ് നിങ്ങൾക്കൊരു കാര്യം. നിങ്ങൾ ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങളിതെല്ലാം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ടൂളിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വീൽ സ്പാൻഡർ ടോട്ടലി ഡാമേജാണ്. ഇത് നമുക്ക് മാരുതി കമ്പനിയിൽ നിന്ന് തന്നെ തരുന്നത്. സാറേ ഇപ്പോൾ മാരുതി എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മാരുതി കമ്പനിക്കാരുടെ മാത്രമല്ല, ഇപ്പോൾ മഹേന്ദ്രയുടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മിക്ക വണ്ടികളിലും കേസ് പറയുകയാണ് ഈ വീൽ സ്പാൻഡർ ഫുള്ള് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോയി, ഇതിൻ്റെ അകം എല്ലാം മൊത്തം സ്ലിപ്പായിപ്പോയി, ഫുള്ള് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ബോക്സ്, നിങ്ങളുടെ വീലിനട്ട് എത്രയാണോ അതിൻ്റെ സൈസിനുള്ള ബോക്സും ലിവറൂടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റെപ്പിനിക്കകത്ത് സ്റ്റെപ്പിനി ഇങ്ങനെ അടിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ അടിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്ന സ്റ്റെപ്പിനി. ഇപ്പോൾ ഈ സ്റ്റെപ്പിനിക്കകത്ത് ഇത് കണ്ടോ, ഞാനിപ്പം എൻ്റെ വണ്ടി പഞ്ചറായിട്ട് തന്നെ ഒരു 3-4 മാസമായി. ചിലപ്പോൾ ഇനി നാളെ ഇൻ കേസ് പഞ്ചറാവാം. ഈ സ്റ്റെപ്പിന് അടിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മിക്ക വണ്ടികളും ബാക്കിലുണ്ട്, ചിലപ്പോൾ അകത്തുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ അടി വരുന്നുണ്ട്. ഇന്നോവയ്ക്കൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്, സ്കോർപ്പിയോക്കൊക്കെ വരുന്നത് അതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എയർ ചെക്ക് ചെയ്യുന്നത്, എൻ്റെ ഒരു 6 മാസം കണ്ടായി ടയർ പഞ്ചറായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എയർ ചെക്ക് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഓടുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഇത് നോക്കി, ഇതിനിപ്പോൾ കാറ്റില്ല, ഇതിനിപ്പോൾ കാറ്റ് കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ലോങ് പോകുമ്പോഴായിരിക്കും നമുക്ക് പണി കിട്ടുന്നത്. ടയർ പഞ്ചറായി പോയല്ലോ, അങ്ങനെ ഒരു കേസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് ഓക്കെ ആയല്ലോ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം. പിന്നുള്ള കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് പറഞ്ഞുതരാം. വണ്ടിയുടെ ഇൻറ്റീരിയർ പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ ഇതിനകത്തൊക്കെ മാറ്റിട്ടേക്കോ, ബബിൾ മാറ്റിട്ടേക്കോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഇൻറ്റീരിയർ ഇപ്പോൾ ഒരു റഫായിട്ട് ഇങ്ങനെ ഇതിപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഫുൾ സർവീസ് ചെയ്തതാണ്. അപ്പോൾ റഫായിട്ട് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പറയുക, അപ്പോൾ നിൻ്റെ വണ്ടി പൊടിയുണ്ടല്ലോ, നീ എന്താ ക്ലീൻ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനല്ല, ഞാൻ പറഞ്ഞു തരുക. ഇതിൻ്റെ അടിയിൽ ഈ ബബിൾ റാപ്പ് മാറ്റിയിടുമ്പോഴത്തേന് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ മഴയത്തും ഇതിലൊക്കെ പോയി നമ്മുടെ കാലിലെ ചെളിയും കാര്യങ്ങളൊക്കെ അടിയായി
ഫ്ലോറ് റെസ്റ്റ് ആവാൻ തുടങ്ങും. മനസ്സിലായോ? ഫ്ലോറ് പെട്ടെന്ന് റെസ്റ്റ് ആവും. അപ്പോൾ നമ്മളിത് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ സീറ്റോട് ചിലപ്പോൾ താഴെ പോകുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, ഇത് ഞാൻ 6 വർഷം മുമ്പ് പുതിയ വണ്ടി എടുത്തതാണല്ലോ, ഇപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അത് ഓക്കെ ആയല്ലോ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീൽ അലൈൻമെൻറ്റ്. ഇപ്പം വീൽ അലൈൻമെൻറ്റ് ചെയ്യാതിരുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. 40,000 കിലോമീറ്റർ ഓടേണ്ട ടയർ 25,000 ഫുള്ള് തീർന്നു പോയി. അതാണ് വീൽ അലൈൻമെൻറ്റ്. ഒന്നാമത്തെ കാര്യം, ടയർ പ്രോപ്പറായിട്ട് ടയറിൻ്റെ ലൈഫ് കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസിയെ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻറ്റാണ്. മിക്കവർക്കും അറിയത്തില്ല വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. പ്രോപ്പറായിട്ട് നമ്മുടെ ബാലൻസിങ്ങും പ്രോപ്പറായിട്ട് ടയർ ടച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടയറിൻ്റെ ഈ ടച്ച് ചെയ്യുന്ന ഭാഗം കണ്ടോ, ഈ ടച്ച് ചെയ്യുന്ന ഈ സെൻറ്റർ ഭാഗം നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ബാലൻസിങ് 4 ടയറിൻ്റെ ഒരുപോലെ ആക്കുവാണ് വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ടയറിൻ്റെ ഗ്രിപ്പ് കൂട്ടുന്നതും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീറ്ററിലെ വാർണിംഗ് ലൈറ്റ്സ്